നമസ്കാരം. വെഞ്ഞാറമൂട് കൊലപാതകത്തിൽ പ്രതിയുടെ മൊഴി ഇപ്പോഴും പോലീസിന് പൂർണ്ണമായി വിശ്വസിക്കാൻ കഴിയാത്തത് മൊഴിയിലുള്ള വൈരുദ്ധ്യങ്ങളും കൂടാതെ സംഭവവുമായി ബന്ധപ്പെട്ട് ഉയരുന്ന ഉത്തരമില്ലാത്ത ചില ചോദ്യങ്ങളും കാരണമാണ്. അതിൽ തന്നെ നാട്ടുകാർക്കേറെ ഞെട്ടൽ നൽകിയത് സഹോദരൻ അഫ്സാനെ പ്രതി കൊലപ്പെടുത്തിയതറിഞ്ഞാണ്. കുഞ്ഞനുജനോട് അഫാന് വലിയ സ്നേഹമായിരുന്നു. അങ്ങനെ വലിയ സ്നേഹം തോന്നിയ അഫാന് എങ്ങനെ തൻ്റെ അനിയനെ കൊല്ലാൻ സാധിച്ചു എന്നതാണ് ഉയരുന്ന ചോദ്യം. തൻ്റെ നീല ഹീറോ എക്സ്പ്രസ് ബൈക്കിൽ അനിയനെയും കൂട്ടി പുറത്തു പോകുന്നത് അവിടെയുള്ളവർക്ക് സ്ഥിരം കാഴ്ചയായിരുന്നു. അഫ്സാന്റെ പഠന കാര്യത്തിൽ ഉൾപ്പെടെയും അഫാൻ ശ്രദ്ധിച്ചിരുന്നു. അമ്മയുടെ അസുഖവും കുടുംബത്തിന്റെ കടബാധ്യതയും തൻ്റെ അനുജനെ ബാധിക്കാതിരിക്കാൻ അഫാൻ ശ്രദ്ധിച്ചിരുന്നു. ഏറെ സ്നേഹിച്ചിരുന്ന കുഞ്ഞനുജനെ ഉൾപ്പെടെ വധിക്കാൻ അഫാനെ പ്രേരിപ്പിച്ചത് എന്താണെന്നതാണ് നാട്ടുകാരും ചോദിക്കുന്നത്. കൊലപാതകത്തിന് മുൻപ് അനുജനെ ഹോട്ടലിൽ കൂട്ടിക്കൊണ്ടുപോയി കുഴിമന്തി വാങ്ങി നൽകി. അതിൻ്റെ അവശിഷ്ടങ്ങളും ശീതളപാനീയവും വീടിൻ്റെ വരാന്തയിലെ കസേരയിലുണ്ട്. അഫ്സാൻ മുഴുവൻ കഴിക്കാത്തതുകൊണ്ട് പാഴ്സലാക്കി കൊണ്ടുവന്നതാണോ അതോ അമ്മ ഷെമിക്ക് കഴിക്കാൻ കൊണ്ടുവന്നതാണോ എന്ന് വ്യക്തമല്ല. അഫാനെ കൂടുതൽ ചോദ്യം ചെയ്താൽ മാത്രമേ ഇക്കാര്യങ്ങളിൽ വ്യക്തതയുണ്ടാകൂ. രക്തത്തിൽ കുളിച്ച നിലയിലായിരുന്നു ഷെമി. വസ്ത്രം മാറ്റി ഉടുപ്പിച്ചാണ് ഷെമി ആശുപത്രിയിലേക്ക് മാറ്റിയത്. ലത്തീഫിൻ്റെ വീട് വിജനമായ സ്ഥലത്താണ്. അടുത്തടുത്ത് വീടുകൾ ഉള്ളിടത്താണ് അഫാൻ താമസിക്കുന്നത്. എന്നിട്ടും സഹോദരൻ അഫ്സാനെയും പെൺസുഹൃത്ത് ഫർസാനെയും കൊലപ്പെടുത്തുകയും അമ്മ ഷമിയെ തലക്കടിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിക്കുകയും ചെയ്തിട്ടും ആരും അറിയാത്തത് അയൽവാസികളെയും പോലീസിനെയും ഞെട്ടലുളവാക്കുന്നു. 3 ഇടങ്ങളിലായി നടന്ന ക്രൂരകൃത്യം വളരെ ആസൂത്രിതമായാണ് അഫാൻ നടത്തിയതെന്നാണ് പോലീസ് നൽകുന്ന വിവരം. മറ്റിടങ്ങളിലെ കൃത്യത്തിന് ശേഷമാണ് അഫാൻ വീട്ടിലെത്തിയത്. പുല്ലമ്പാറ പേരുമല സ്വദേശിയായ അഫാൻ 3 ഇടങ്ങളിലായി 6 പേരെയാണ് ആക്രമിച്ചത്. പിതാവിൻ്റെ ഉമ്മ പാങ്ങോട് സ്വദേശി സൽമ ബീവി, മാതാവ് ഷെമി, സഹോദരൻ അഫ്സാൻ, പെൺസുഹൃത്ത് ഫർസാന, പിതാവിൻ്റെ സഹോദരൻ ലത്തീഫ്, അദ്ദേഹത്തിൻ്റെ ഭാര്യ ഷാഹിദ എന്നിവരെയാണ് അഫാൻ ആക്രമിച്ചത്. ഇവരിൽ ഗുരുതരമായി പരിക്കേറ്റ ഷെമി ഒഴികെ മറ്റ് 5 പേര് മരിച്ചു. 4 പേരെ ചുറ്റിയ കൊണ്ട് തലയ്ക്കടിച്ചാണ് കൊലപ്പെടുത്തിയത്. 2 പേരെ വെട്ടുകയായിരുന്നു. സ്വന്തം വീട്ടിൽ നിന്ന് കിലോമീറ്ററുകൾ സഞ്ചരിച്ചാണ് അഫാൻ കൊലപാതകം നടത്തിയത്. പുല്ലമ്പാറയിൽ നിന്ന് 29 കിലോമീറ്ററോളം സഞ്ചരിച്ച് പാങ്ങോടെത്തി പിതാവിൻ്റെ ഉമ്മ പാങ്ങോട് സ്വദേശി സൽമ ബീവിയെയാണ് അഫാൻ ആദ്യം വെട്ടിക്കൊലപ്പെടുത്തിയത്. ഇതിനു മുമ്പ് അമ്മയെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചിരുന്നു. അഫാന്റെ പിതാവ് റഹീം കുടുംബ വീടിന് എതിർവശത്ത് 10 വർഷം മുൻപാണ് വീട് നിർമ്മിച്ചത്. ഗൾഫിൽ സ്പെയർ പാർട്സ് കട നടത്തുന്ന റഹീമിന് സാമ്പത്തിക പ്രതിസന്ധിയുള്ളതായിട്ടാണ് പറയപ്പെടുന്നത്. 7 വർഷമായി റഹീം നാട്ടിലെത്തിയിരുന്നില്ല. കുടുംബാംഗങ്ങളുമായി തനിച്ചും അഫാൻ ഇടയ്ക്ക് വിദേശത്ത് പോയിരുന്നു. തേമ്പാമൂട് ജനത ഹയർ സെക്കൻഡറി സ്കൂളിൽ +2 പഠനത്തിന് ശേഷം ബിരുദ പഠനത്തിന് ചേർന്നെങ്കിലും ഇത് പൂർത്തീകരിച്ചിരുന്നില്ല. സമീപവാസികളോട് പോലും അഫാൻ കാര്യമായി സംസാരിച്ചിരുന്നില്ല. ഇളയ സഹോദരനുമായി സ്ഥിരമായി പള്ളിയിലും പോയിരുന്നു. രാത്രി വൈകിയാണ് പലപ്പോഴും വീട്ടിലെത്താറുണ്ടായിരുന്നത്. പെൺകുട്ടിയെ അഫാൻ വീട്ടിലെത്തിച്ചതും സമീപവാസികൾ അറിഞ്ഞിരുന്നില്ല. എന്നാൽ നാട്ടിൽ ആരുമായും അഫാൻ യാതൊരുവിധ തർക്കത്തിലും ഏർപ്പെട്ടിട്ടില്ല. കൊലപാതകം നടന്ന വിവരം തൊട്ടടുത്ത വീട്ടുകാർ പോലും അറിയുന്നത് പോലീസ് സംഘം സ്ഥലത്തെത്തിയതിനു ശേഷമാണ്. അഫാന്റെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വെച്ചാണ് പ്രതിയുടെ മൊഴി രേഖപ്പെടുത്തിയത്. പ്രതി വിഷം കഴിച്ച സാഹചര്യത്തിലാണ് നടപടി. സാമ്പത്തിക കാരണങ്ങളാണ് കൊലപാതകത്തിന് കാരണമെന്നാണ് അഫാൻ പോലീസിനോട് പറഞ്ഞത്. എന്നാൽ പോലീസ് ഇത് വിശ്വാസത്തിലെടുത്തിട്ടില്ല. പാങ്ങോട് വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ 3 ഇടങ്ങളിലെ ഇന്നലെയാണ് നാടിനെ നടുക്കിയ കൊലപാതക പരമ്പര അരങ്ങേറിയത്. കൊല്ലപ്പെട്ട ഫർസാനയ്ക്ക് അഫാനുമായുള്ള ബന്ധം വീട്ടുകാർക്ക് അറിയാമായിരുന്നുവെന്ന് ജില്ലാ പഞ്ചായത്ത് അംഗം ബിനോയ് പറയുന്നു. വിവാഹത്തിന് വീട്ടുകാർക്ക് എതിർപ്പുണ്ടായിരുന്നില്ല. രാത്രികാലങ്ങളിൽ പുറത്തു പോകുന്ന പതിവ് അഫാൻ ഉണ്ടായിരുന്നുവെന്നും ബിനോയ് പറഞ്ഞു. അഫാനുമായുള്ള ബന്ധം പെൺകുട്ടിയുടെ വീട്ടുകാർക്ക് അറിയാമായിരുന്നുവെന്ന് ഫർസാനയുടെ ബന്ധു താഹയും പറയുന്നു. വിവാഹത്തിന് വീട്ടുകാർക്ക് സമ്മതമായിരുന്നു. പ്രണയബന്ധം ഫർസാന വീട്ടിൽ പറഞ്ഞിരുന്നു. ഇന്നലെ വൈകിട്ട് 3:30 ട്യൂഷന് പോകുന്നുവെന്ന് പറഞ്ഞാണ് ഫർസാന അഫാനോടൊപ്പം ബൈക്കിൽ പോയതെന്നും താഹ പറഞ്ഞു.